നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, പാവം മിത്രാമേടെന്ന് മനസ്സിപ്പോ പറയുന്നുണ്ടാവോ? ഇന്ന് ഓഫീസിൽ വെച്ച് മിത്രയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സ്റ്റാഫിന്റെ മുഴുവൻ പേരുടെയും മുൻപിൽ വെച്ച് സോറി പറയേണ്ടി വന്നു. അതിന്റെ പേരിൽ എന്തെങ്കിലും വിഷമം മനസ്സിൽ കിടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വിഷമം ഇല്ല സർ. അവളുടെ കാര്യത്തിൽ ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? അവളാ? അത് കൊള്ളാലോ, കൊള്ളാലോ. ആ ചേഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, ഇത്രയും നാളും മിത്രാമേഡം ഇപ്പൊ പെട്ടെന്ന് ഇതേ അവള്. താൻ അവിടെ ഇരുന്ന് ഇരിക്കടോ. ഇനി താൻ ഒളിക്കണ്ട. തനിക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. അത് നല്ല സ്ട്രോങ് ആയിട്ട് പറ. പറയടോ. എന്ത് പ്രശ്നമായാലും അത് ഞാൻ പരിഹരിച്ചു തരാം. പറ. എന്ന് ഞാൻ പറയാം. ഹലോ മാഡം. അവിടെ എല്ലാരും ഉറങ്ങിയോ? എല്ലാരും നല്ല ഉറക്കാ മാഡം. വെളുപ്പിനെ 4 മണിയാകുമ്പോ നീ എണീറ്റ് ഗേറ്റിൽ ചെല്ലണം. അവിടെ ഒരാള് വരും. വരുന്ന ആള് ഒരു കാര്യം നിന്നെ ഏൽപ്പിക്കും. എന്താ മാഡം? അതൊരു മരുന്നാ. നാളെ രാവിലെ സൂര്യക്കും നന്ദിനിക്കും ചായ കൊടുക്കുമ്പോ നീ അതില് കലർത്തണം. മാഡം, ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച സമയം എനിക്ക് തരണം. ആ ഒരാഴ്ച സൂര്യയോ നന്ദിനിയോ കമ്പനിയിലെത്താൻ പാടില്ല. കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാൻ പോലും പാടില്ല. ഞാൻ കൊടുത്തോളാം മാഡം. ഭസ്മാസുരന് വരം കൊടുത്ത കഥ നീ കേട്ടിട്ടുണ്ടോ? അതുപോലെ ആടി നിന്റെ പത്മ മാഡം കമ്പനിയിൽ അവരുടെ സ്ഥാനം എനിക്ക് പതിച്ചു തന്നത്. നന്ദിനി മാത്രമല്ല എന്റെ ലക്ഷ്യം. പത്മയുടെ കുടുംബം മൊത്തം ഇല്ലാതാക്കണം. ആ കുടുംബത്തിലെ ഓരോരുത്തരെയായി ദ്രോഹിച്ച് അവസാനം ഒന്നുമില്ലാത്തവരാക്കി എനിക്ക് തെരുവിൽ കൊണ്ടുവന്ന് നിർത്തണം അവരുടെ കുടുംബത്തെ. ഒരേ ഒരാഴ്ച, അത് മതി എനിക്ക് ആ കമ്പനി ഇല്ലാതാക്കാൻ. അത് കഴിഞ്ഞ് സകല കുരുക്കും മുറുകി കഴിയുമ്പോ എനിക്ക് അവരുടെ മുമ്പിൽ, പത്മ മാഡത്തിന്റെ മുമ്പിൽ ഒന്ന് ചെന്ന് നിൽക്കണം. വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഞാനും എന്റെ കുടുംബവും അനുഭവിച്ച മാനക്കേടിന് ഇതെന്റെ പ്രതികാരമാണെന്ന് വിളിച്ചു പറയാം. മാഡം, സത്യം പറഞ്ഞ മാഡം ഇങ്ങനൊക്കെ പറയുമ്പോ എനിക്ക് എന്തൊരു കൊതിയാണെന്നറിയോ? ഒരെണ്ണത്തിനെ വിടരുത് മാഡം. എല്ലാത്തിന്റെ അഹങ്കാരം ഒന്ന് തീർക്കണം. കൊല്ലണം എല്ലാത്തിനെയും. ഒറ്റയടിക്ക് കൊന്നു കളയുന്നതിൽ ഒരു രസമില്ല കനകെ. കൊല്ലാക്കൊല ചെയ്യണം. കൺമുമ്പിലിട്ട് പീഡിപ്പിക്കണം. നരകിച്ച് വേണം അവിടെയുള്ള ഓരോരുത്തരും ചാകാൻ. ഞാൻ പറയുന്ന കാര്യം മാത്രം നീ കൃത്യമായിട്ട് ചെയ്താ മതി. സൂര്യക്കും നന്ദിനിക്കും ഒരാഴ്ച ബെഡ് റെസ്റ്റ്. അത്രയും ദിവസം കമ്പനിയിൽ മിത്രയുടെ രാജഭരണം. അത് കഴിഞ്ഞ പത്മയുടെ കുടുംബത്തിന്റെ സർവനാശം. ശരി മാഡം, ഞാൻ കൃത്യസമയത്ത് ഗേറ്റിൽ ചെന്ന് നിന്നോളാം. ഓക്കെ. അവരത് കുടിച്ചു കഴിയുമ്പോ നീ എന്നെ വിളിക്കണം. എന്നിട്ട് വേണം എനിക്ക് അടുത്ത ചുവട് വെക്കാൻ. ശരി മാഡം. മാഡം സന്തോഷമായിട്ട് കിടന്നുറങ്ങിക്കോ.
ഇതുവരെ ചെയ്തതുപോലെ എന്നെ ഏൽപ്പിച്ച ഈ ജോലിയും ഞാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാഡം.